ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് എവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ആകാശപാത ഉണ്ടല്ലോ, അത് ഫുൾ എയർ കണ്ടീഷനിങ് കഴിഞ്ഞിട്ട് തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പൊതുവെ തൃശ്ശൂരുള്ള എല്ലാവരും പറയണത് ആകാശപാത അടിപൊളിയാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതേ കാണാണ്ടിരുന്ന മോശമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനും ആശുട്ടിയും ചേട്ടനും കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും ചെയ്യാമല്ലോ. അപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ ആകാശപാത. നമ്മുടെ ആശുട്ടിയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. അവൾക്ക് അതിൻ്റെ മുകളിൽ കയറണം, കുറേ ഓടി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ ആൾക്കാരെ കാണുമ്പോൾ അവൾ ഓടലും ചാടലും ഒന്നും ഉണ്ടാവില്ല. എൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും. തൃശ്ശൂർ എവിടെയാണെന്നറിയോ? ഈ ഒരു ആകാശപാത സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശക്തി സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഇല്ലാത്ത ആൾക്കാരെ അറിയാൻ വേണ്ടി പറയുകയാണ്, തൃശ്ശൂർ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ശക്തി സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഈ ഒരു ആകാശപാതയിൽ കയറി നോക്കണം. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ദേ ആശുട്ടി ഞാനും കൂടി വളരെ ഹാപ്പി ആയിട്ട് ദേ തുള്ളിച്ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് നോക്കുമ്പോൾ ആരും ഇല്ല എന്നൊക്കെ തോന്നും, പക്ഷേ മോളിൽ കയറിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് നിറച്ച ആൾക്കാരാണ് കേട്ടോ. കുറച്ചധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണ്ട നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. ആശുട്ടി ഇതേ തനിയെ കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൾ എന്നോട് എടുക്കാൻ പറയേണ്ടതാണ് കേട്ടോ. ഇന്ന് എന്താണാവോ അത് കാണാനുള്ള എക്സൈറ്റിലാന്ന് തോന്നുന്നുണ്ട്, തനിയെ കയറി പോകുന്നുണ്ട്. അങ്ങനെ നീ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നേരെ ഏച്ചിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് നിൽക്കാമെന്നും. പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചൂടെടുക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക കേട്ടോ. നല്ല കൂളിംഗ് ആണ്, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ചോട്ടിക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ ശക്തം സ്റ്റാൻഡും മുഴുവനായിട്ട് കാണാം. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ് ടൈം. വെറുതെ ഇവിടെ നിന്ന് വർത്താനം പറയുക. ഇപ്പോൾ ഒരു പാർക്ക് പോലെ ആയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ആകാശപാത എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ആകാശപാത കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ, എന്തൊക്കെ പണികളാണ് കഴിഞ്ഞിട്ടുള്ളത്, ആഫ്റ്റർ എയർ കണ്ടീഷനിങ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആകാശപാതയിൽ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ, കുറച്ചധികം സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് കേട്ടോ. ദേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സർക്കസ് നടക്കുന്നുണ്ട്. ഇന്ന് സൺഡേ കാരണം കൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ദേ ആശുട്ടി കണ്ടില്ലേ, എന്നെ പിടിച്ച് വലിച്ച് കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അവളുടെ ഒപ്പം ഞാനിങ്ങനെ ഓടി നടക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അതിന് ഞാൻ സമ്മതിക്കാത്ത കാരണം കൊണ്ട് ആൾ കുറച്ച് പിണക്കത്തിലാണ്. അപ്പോൾ ദേ നിൽക്കുന്ന എൻ്റെ ഹീറോ, ദേ എൻ്റെ ഹസ്ബൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് പേര് ലൈവിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചേട്ടനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഹസ്ബൻഡ്. ദേ ആശുട്ടീനെ വിളിക്കുമ്പോൾ ആശുട്ടി പിണങ്ങി നിൽക്കുകയാണേ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആശുട്ടിയുടെ പിണക്കൊന്ന് മാറ്റണ്ടേ എന്ന് കരുതി ഞാൻ എന്താ എടുത്തിട്ട് ആ സർക്കസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ സർക്കസ് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളൊന്ന് ഓക്കെ ആയി വന്നു. പിന്നെയും ഞങ്ങൾ നടത്തു തുടങ്ങി. അങ്ങനെ നമ്മൾ ആകാശപാത മുഴുവനും ചുറ്റിയിട്ട് നടന്നു കേട്ടോ. ലാസ്റ്റ് കയറിയ ഭാഗം എവിടെയാണെന്ന് മറന്നുപോയി. ഇത്രയധികം വണ്ടികളുള്ള, ഇത്രയധികം തിരക്കുള്ള ഇതുപോലുള്ള റോഡുകളിൽ ആൾക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ ഈ ഒരു ആകാശപാത എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഒരുപാട് പേര് ഇതിൽ കാണാണ്ട്, അപ്പോൾ ആൾക്കാരെല്ലാവരും ഇത് യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ദേ നമ്മൾ ആകാശപാത എല്ലാ ഭാഗവും ചുറ്റിക്കണ്ട് ദേ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ കയറിയ ഭാഗം തന്നെ കണ്ടുപിടിച്ച് ദേ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് കാണണേ. അത്ര നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മുനിസിപ്പൽ സ്റ്റാൻഡ് വഴി നമ്മുടെ തെക്കേ ഗോപുരം നടയിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു, അവിടെ ഒരുപാട് പേര് ഇരിക്കണ കാണാറുണ്ടല്ലോ, നമ്മളങ്ങനെ പോയി ഇരിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് കരുതി. നീ കാണുന്ന കേട്ടോ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതിൻ്റെ ഉള്ളിലത്തെ ബോർഡ് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയണത് നമ്മൾ വെച്ച ബോർഡാണെന്നുള്ളത്.
നമ്മുടെ തൃശ്ശൂർ റോഡ് ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ സബ്വേയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സബ്വേ കൂടെ ഉണ്ട് പോണത്. പക്ഷേ എന്നാലും കുറേ പേര് ജീവ പണം വെച്ച് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ സബ്വയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഞായറാഴ്ചകളിൽ മാത്രം സജീവമാവുന്ന വഴിയോര കച്ചവടങ്ങളാണ് കേട്ടോ. അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാൻ നിങ്ങൾക്ക്, ചെരുപ്പ്, ഡ്രസ്സ്, ഇനി അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കുമാണ് ആൾക്കാരുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട്. അത് മാത്രമല്ല നല്ല നല്ല അടിപൊളി ഡയലോഗ്സാണ് കേട്ടോ അവരൊക്കെ പറയുന്നത്. ആൾക്കാരെ എങ്ങനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ ആ വഴികളൊക്കെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ മായക്കണ്ണന്റെ മായച്ചാളെ ഷർട്ടുകളൊക്കെ എടുക്കാം. അങ്ങനെ സബ്വേ കയറി ഇറങ്ങി ഇത് എൻ്റെ ചാർജൊക്കെ പോയി കേട്ടോ. ഞാൻ പറയുകയാണ് എനിക്ക് വയ്യാണ്ടായി എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവരും ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അവിടെ പോയി ഇരിക്കണം, ആ ഒരു വൈബ് എങ്ങനെയായിരിക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് വയ്യാണ്ടായി എന്നെ 10 കിലോ കുറച്ചത്. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ട് കുടമാറ്റൊക്കെ നടക്കുന്ന വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനടയാണ് കേട്ടോ. അങ്ങനെ ഇതേ വയ്യെങ്കിലും നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ. ഇതാണ് തെക്കേ ഗോപുരനട. ഇവിടെ കണ്ടില്ലേ എന്തോരം ആൾക്കാരെ ഇരിക്കണമെന്ന്. ഞങ്ങളും അതുപോലെ അവിടെ ഇരുന്നു കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സിറ്റിയും കാര്യങ്ങളും നിറയെ വണ്ടികൾ പോകുന്നതും ഒക്കെ കാണാം കേട്ടോ. കണ്ടില്ലേ ഞങ്ങളുടെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സായി വന്ന് എൻജോയ് ചെയ്ത് ആ ഒരു തൃശ്ശൂരിൻ്റെ വൈബ് ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്ക് പാൽ സർബത്ത് കുടിക്കാം. നറുനീണ്ടി പാൽ സർബത്ത് പൂവാശു എല്ലായിടത്തും ഉണ്ടോ പാൽ സർബത്ത്? ഇവിടെ മാത്രമാണോ? തൃശ്ശൂരുള്ളതാണോ ഈ നറുനീണ്ടി പാൽ സർബത്ത്? അല്ല, പക്ഷെ ഞങ്ങളുടെ അവിടെ ഇല്ല, പാലക്കാട് ഇല്ല. എൻ്റെ നാട്ടിൽ അല്ല, അവിടെ ഉള്ളവരാരും കേട്ടിട്ടുണ്ടാകും നറുനീണ്ടി പാൽ സർബത്ത്. ഞാനിവിടെ വന്നിട്ടാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കുടിക്കാൻ പോവാം. നടന്ന് ക്ഷീണിച്ചതല്ലേ ബാക്കി. ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരുള്ള പാലസർബത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് പോവാം. നമ്മുടെ തൃശ്ശൂർ എമ്മോ റോഡിലാണ് കേട്ടോ ഈ ഒരു കടയുള്ളത്. അതുകൂടാതെ തൃശ്ശൂർ പല ഭാഗത്തായിട്ട് ഇതിൻ്റെ കടകളുണ്ട് കേട്ടോ. ഞാൻ തൃശ്ശൂർ വന്നിട്ടാണ് ആദ്യമായിട്ട് പാൽ സർബത്ത് കുടിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിറനീണ്ടി പാൽ സർബത്തേ പറയുള്ളൂ കേട്ടോ. അത്ര ഇഷ്ടമാണ്. ഇതിന് ഇവിടെ 20 രൂപയാണ് കേട്ടോ വില. മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ പാലക്കാട് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിത് 3 പാൽ സർബത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല തണുത്ത പാലൊക്കെ എടുത്തത് മിക്സിയിലിട്ടടിച്ചത് ഞങ്ങൾക്ക് എല്ലാം റെഡിയാക്കി തന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരെണ്ണം കുടിച്ച് മതിയാവേണ്ടത് പിന്നെയും വാങ്ങിച്ചു, പിന്നെയും കുടിച്ചു. അങ്ങനെ ഫുൾ ഊർജ്ജത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ കാറിൽ കയറിയതും മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഇന്നത്തെ സൺഡേ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ കഴിയുകയാണേ. സീൽ ബെൽറ്റാ? അതെന്താ സാധനം? സീൽ ബെൽറ്റാ? സീറ്റ് ബെൽറ്റ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ഏറ്റുട്ടി ടാറ്റ കൊടുത്തേ. ടാറ്റ ബൈ ബൈ.